സിസ്റ്റേഴ്സിൻ്റെ ജാമ്യം ഇന്ന് സിസ്റ്റേഴ്സിൻ്റെ ജാമ്യം ഇന്ന് നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് ഏറെ ദുഃഖകരമായ കാര്യമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട അമിത്ഷാ ഈ കാര്യത്തിൽ ഇടപെടുകയും സർക്കാർ ഹർജിയെ എതിർക്കുകയില്ല എന്ന് പറയുകയും ചെയ്തത് രാജ്യം മുഴുവനും വലിയ പ്രതീക്ഷയും ആശ്വാസവും പകർന്ന കാര്യമാണ്. പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ വളരെ നിഗൂഢമായ നീക്കത്തിലൂടെ ഈ ജാമ്യഹർജിയെ എതിർത്തത് അങ്ങേയറ്റം ദുഃഖകരവും അപലപനീയവുമാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമയോചിതവും സത്വരവുമായ ഇടപെടൽ ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രാജ്യത്ത് നീതി നിഷേധിക്കപ്പെടുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകൂടങ്ങളെ അല്ലാതെ മറ്റാരെയാണ് ഞങ്ങൾ സമീപിക്കേണ്ടത്? ഇപ്രകാരമുള്ള നീതി നിഷേധങ്ങൾ നടക്കുമ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയല്ലാതെ മറ്റെന്താണ് ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ചെയ്യാൻ സാധിക്കുക എന്നുകൂടി ഉത്തരവാദപ്പെട്ടവർ പറയേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിർബന്ധിത മതപരിവർത്തനമെന്ന് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു കൂവിയാൽ അത് നിർബന്ധിത മതപരിവർത്തനമാവില്ല. അതിനെ അപ്രകാരമാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചില തീവ്രവാദ സംഘടനകളുണ്ട്. ആ സംഘടനകളെ നിലയ്ക്ക് നിർത്താൻ ഭരണകൂടങ്ങൾക്ക് കഴിയാത്തതാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അസ്ഥാനത്ത് ഉയർത്താനും അതിൻ്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാനുമുള്ള സാഹചര്യം ഇവിടെ സംജാതമാക്കുന്നു. ഈ പിതാവ് കഴിഞ്ഞ ദിവസം ഈ പരിവർത്തന നിയമം പിൻവലിക്കണം എന്ന് പറഞ്ഞപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞാൽ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി, പാമ്പ്ലാനി ഹിന്ദു ഐക്യവേദി ആ രീതിയിലാണ്. അതിനോട് നിർബന്ധിത മതപരിവർത്തന നിയമത്തെ പിൻവലിക്കണം എന്നുള്ളതല്ലല്ലോ നമ്മൾ ആവശ്യപ്പെട്ടത്. ആ മതപരിവർത്തന നിയമത്തിൻ്റെ ദുർവ്യാഖ്യാനമാണ്. ആരെയും നിർബന്ധിച്ച് മതം പരിവർത്തനം ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്. അതേസമയം ഈ നിർബന്ധിത മതപരിവർത്തനം എന്നത് ആരാണിതിന് വ്യാഖ്യാനം നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്രകാരമുള്ള ആൾക്കൂട്ടങ്ങളുടെ വിചാരണയിലൂടെ നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ അപകടകരമായ വസ്തുത. ആ ഒരു അപകടാവസ്ഥ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണത്തിലൂടെ സംഭവിക്കുന്നു. അതിന് സത്വരമായ പരിഹാരം കാണണം. ഇങ്ങനെ അന്യായമായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ, ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ പിൻവലിക്കണം. ആൾക്കൂട്ടങ്ങൾക്കും തീവ്രവാദ സംഘടനകൾക്കും അതുപോലെ സാമൂഹ്യ വിരുദ്ധർക്കും ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാനുള്ള സാഹചര്യമൊരുക്കുന്ന നിയമങ്ങൾ പിൻവലിക്കണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ സുചിന്തിതമായ അഭിപ്രായം. നിർബന്ധിത മതപരിവർത്തനത്തെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, ആരും അതിൻ്റെ വക്താക്കളാകുന്നില്ല എന്നതും സമൂഹം മനസ്സിലാക്കേണ്ട സത്യമാണ്. ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പോലും ഇടപെട്ടിട്ട് അവിടുത്തെ സംസ്ഥാന സർക്കാർ ഇതിനെതിർത്തു എന്ന് ഇപ്പോൾ പിതാവ് പറഞ്ഞല്ലോ. അപ്പം സംസ്ഥാന സർക്കാരിന് മാത്രം തീരുമാനമായിരിക്കുമോ അത്? പുറമേ അല്ല. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴും അഭിപ്രായം പറയുന്നില്ല. കാരണം വിധി പറയേണ്ടത് ഇന്നെന്നുള്ളത് നാളത്തേക്ക് മാറ്റി എന്നുള്ളത് ജഡ്ജിയുടെ തീരുമാനമാണ്. അത് മറ്റെന്തെങ്കിലും കുറിച്ച് പ്രതികരിക്കുന്നതായിരിക്കും. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പ്രതികരിക്കുകയായിരുന്നു. എന്താണെങ്കിലും അതിലൊരു നിരാശയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ഛത്തീസ്ഗഡ് സർക്കാരിനുള്ളത് ഗൂഢലക്ഷ്യമാണെന്നുള്ളത് അടക്കമുള്ള കാര്യമാണ് എല്ലാ ഇടത്തു നിന്നും വരുന്നത്. എതിരായിട്ട് ആണ് ഇന്നിവിടെ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതായത് സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും പ്രീതി മേരിയെയും ഉടനടി അവരെ തടങ്കലിൽ നിന്ന് മോചിപ്പിക്കണമെന്നാണ് ആഹ്വാനം ചെയ്യാനായിട്ടുള്ളത്. ഗാന്ധിജി സ്വപ്നം കണ്ട ഭാരതം ജനാധിപത്യ രാഷ്ട്രം, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ മാത്രമേ ജനാധിപത്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുകയുള്ളൂ. ഇന്നത്തെ രാഷ്ട്രത്തിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അകാരണമായിട്ട് ഈ സിസ്റ്റേഴ്സിനെ മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നുള്ള കുറ്റങ്ങൾ ചുമത്തി ഛത്തീസ്ഗഡ് ഗവൺമെൻറ്
അവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ തരുണത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ അറിയിച്ചു, പുറത്തറിയിച്ചു. ആഭ്യന്തരമന്ത്രിയെ കണ്ടു. ആഭ്യന്തരമന്ത്രി സംസാരിക്കുമ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കേസിലേക്ക് പോയെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പ്രോസിക്യൂഷൻ എതിർക്കാൻ പാടില്ലല്ലോ. അപ്പം പ്രോസിക്യൂഷൻ എതിർത്തെങ്കിൽ വളരെ വളരെ ഗൗരവമായിട്ട് നമുക്കിതിനെ കാണേണ്ടതുണ്ട്. എന്നിരുന്നാലും നാളത്തേക്ക് ഓർഡേഴ്സ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം എതിർത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളത്തെ ജാമ്യം ലഭിച്ചേക്കാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ജാമ്യം മാത്രം ലഭിച്ചാൽ പോരാ. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട FIR അത് സ്ക്വാഷ് ചെയ്തില്ലെങ്കിൽ നമുക്കറിയാം ഇതുമായി നിയമക്കുരുക്കിലേക്ക് വീണ്ടും കൊണ്ടുപോകും എന്നും കോടതിയും നിയമയുദ്ധവുമായിട്ട് പോകേണ്ടി വരും. ഒരു 2 വ്യക്തിയുടെ 2 സിസ്റ്റേഴ്സിന്റെ മാത്രമല്ല വിഷയമല്ല. പക്ഷേ ഇത് ഈ രാജ്യത്തുള്ള മുഴുവൻ സന്യസ്തരുടെയും അതുപോലെ തന്നെ സാധാരണക്കാരുടെയും ഒരു ആവശ്യമാണ്. കാരണം ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. അതാണ് ഇപ്പോൾ ഇല്ലാതാക്കി നടത്താനുള്ള ശ്രമം. ഇത് പ്രോസിക്യൂഷൻ എതിർത്തില്ലാതെ നേരത്തെയുള്ള സർക്കാർ വ്യക്തമാക്കുന്നത് എതിർത്തിട്ടില്ല എന്നാണ്. ബജ്രംഗ് ദൾ അഭിഭാഷകനാണ് എതിർത്തിരിക്കുന്നതാണ് പറയുന്നത്. എന്താണ് ലഭിച്ചത്? അല്ല, അത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം ഇതിനകത്തുനിന്നുള്ള വിവരങ്ങളായതുകൊണ്ട് നമുക്ക് കൃത്യത അറിയില്ല. പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പെറ്റീഷണർ അവർക്ക് വേണ്ടി ഉള്ള അഡ്വക്കേറ്റാണ് ഭയങ്കരമായിട്ട് എതിർത്തത്. ബാക്കിയുള്ളവരെ എതിർത്തിട്ടില്ല. നമ്മുടെ വക്കീലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാലും ഓർഡേഴ്സിന് വേണ്ടി നാളെ വെച്ചിരിക്കുകയാണ്. നാളെ അനുകൂലമായ ഒരു തീരുമാനം വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ജോസ് കെ മാണി നമ്മളോട് സംസാരിക്കുകയായിരുന്നു. അത് കോടതിയിൽ നിന്നും വരുന്ന വിവരങ്ങൾ ഓരോ നിമിഷവും പുതിയ പുതിയ വിവരങ്ങൾ വരികയാണ്. പ്രോസിക്യൂഷൻ എതിർത്തിട്ടില്ല എന്ന തരത്തിലുള്ള സൂചനകളുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ ജോസ് കെ മാണി MP പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ ബജ്രംഗ് ദളിന്റെ അഭിഭാഷകനാണ് കാര്യങ്ങൾ എതിർത്ത് ഉന്നയിച്ചിരിക്കുന്നതെന്നും അങ്ങനെയൊരു വിവരം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ആദ്യ സമയമാണ്, അതുകൊണ്ട് തന്നെ സ്ഥിരീകരിക്കുന്ന കാര്യങ്ങളിലേക്ക് വിവരങ്ങളിലേക്ക് ഓരോ നിമിഷവും എത്തുന്നത് മാത്രമേ ഉള്ളൂ. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ശ്രീജിത്ത്, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നതനുസരിച്ച് പ്രോസിക്യൂഷൻ എതിർത്തിട്ടില്ല, പക്ഷേ ബജ്രംഗ് ദൾ അഭിഭാഷകനാണ് കാര്യങ്ങളെയൊക്കെ എതിർത്തത് എന്നുള്ളത് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന്റെ സ്ഥിരീകരണത്തിലേക്ക് വരേണ്ടതുണ്ട്. പക്ഷേ എന്നാൽ പോലും ജാമ്യാപേക്ഷയിൽ ഇന്നൊരു വിധി ഉണ്ടായിട്ടില്ല. ഇന്നവർ ജയിൽ മോചിതരാകും, ജാമ്യം ലഭിക്കും എന്നുള്ള തരത്തിലുള്ള ഉറപ്പുകൾ ഉണ്ടായിരുന്നു. നാളത്തെ കാര്യവും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് കോടതി പിരിഞ്ഞിരിക്കുന്നത്. ഈ ഘട്ടങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ആകാംക്ഷയുടെ തലം അല്ലെങ്കിൽ ആശങ്കയുടെ തലം വീണ്ടും ഉണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും അതിൽ പ്രോസിക്യൂഷൻ എതിർത്തിട്ടുണ്ടോ ബജ്രംഗ് ദളിന്റെ അഭിഭാഷകൻ എതിർത്തിട്ടുണ്ടോ എന്നതല്ല ചോദ്യം. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അത് അക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടിരുന്നു. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് ഇടപെടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അക്കാര്യത്തിൽ അതൊരു പ്രോസിക്യൂഷൻ്റെ ഭാഗത്തായാലും ബജ്രംഗ് ദളിന്റെ ഭാഗത്തായാലും ഇനി അഥവാ ഛത്തീസ്ഗഡ് സർക്കാരിന് പ്രത്യേകം ഒരു അഭിഭാഷകൻ ഉണ്ടെങ്കിൽ പോലും ഏതർത്ഥത്തിലായാൽ പോലും സർക്കാരിനെ സംബന്ധിച്ചും ആ നാട്ടിൽ നടന്നൊരു സാഹചര്യം, ആ നാട്ടിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ തന്നെ ചേർന്ന് പിടികൂടി ഇവരെ മനുഷ്യക്കടത്തും അല്ലെങ്കിൽ മതപരിവർത്തനവും ആരോപിച്ച് അത് പിന്നീട് കേസാക്കിയെടുത്ത് അത് കോടതിയിൽ സമർപ്പിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് MP-മാരടക്കം അവിടെ പോകുമ്പോൾ BJP-യുടെ നേതാക്കൾ അവിടെ പോകുമ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. ജാമ്യം ലഭിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കാൻ സർക്കാർ തയ്യാറാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ മറുപടി ലഭിക്കുമ്പോഴാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ അവിടെ നടന്ന രാഷ്ട്രീയ കൗതുകവും കോടതിയിൽ നടന്ന രാഷ്ട്രീയ കൗതുകവും. കോടതിയിൽ നടന്നത് ഒരുപക്ഷെ പ്രോസിക്യൂഷൻ എതിർത്തില്ല എന്ന് ഇപ്പോൾ പറയുമ്പോൾ പോലും അവിടെ എതിർത്തത് ബജ്രംഗ് ദളിന്റെ അഭിഭാഷകനാണെങ്കിൽ അവിടെ ബജ്രംഗ് ദൾ എന്താണോ പറയുന്നത് അത് നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കോടതിയിലാണെങ്കിൽ പോലും അവിടെ നടക്കുന്നത് ബജ്രംഗ് ദൾ എന്താണോ പറയുന്നത് അവർ പറയുന്നത് നടക്കുന്നു, അവർ പറയുന്ന വാദങ്ങൾ അംഗീകരിക്കപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. കാരണം സെഷൻസ് കോടതിയിൽ ആ ജഡ്ജ് കേസ് എടുക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു കാരണമായിരുന്നു. സെഷൻസ് കോടതിയിൽ എടുക്കേണ്ടതില്ല, പകരം NIA കോടതിയിലേക്കാണ് പോകേണ്ടത്. കാരണം NIA കോടതി എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും നിയമങ്ങൾ കുറച്ചുകൂടി സുദൃഢമായ ഒരാൾക്ക് ജാമ്യം ലഭിക്കണമെങ്കിൽ, ജാമ്യ വ്യവസ്ഥയിൽ ഇളവുകൾ ലഭിക്കണമെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് NIA കോടതിയിൽ പോയാൽ ഉണ്ടാകുക. അത് പ്രത്യേകിച്ച് മനുഷ്യക്കടത്ത് പോലുള്ള, രാജ്യദ്രോഹം പോലുള്ള, മതപരിവർത്തനം പോലുള്ള ഗുരുതരമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെയാണ് NIA കോടതിയിലൊക്കെ സാധാരണഗതിയിൽ കൊണ്ടുപോകുക. അവിടെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞത് ബജ്രംഗ് ദളിന്റെ മിടുക്കാണ്, അല്ലെങ്കിൽ അവരുന്നയിച്ച ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ അവരുന്നയിച്ച വാദങ്ങളാണ്, അവരുന്നയിച്ച രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിലേക്കും വാദങ്ങളിലേക്കുമാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സർക്കാർ എതിർത്തില്ല എന്ന് പറയുമ്പോൾ പോലും ബജ്രംഗ് ദളിന്റെ അഭിഭാഷകൻ പറഞ്ഞതിനനുസരിച്ച് ജാമ്യം നൽകാതിരിക്കാൻ NIA കോടതി ശ്രമിച്ചിട്ടുണ്ടോ എങ്കിൽ അതിന്റെ നിയമപരമായ വ്യാഖ്യാനം
വലിയ രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ്. ഇനി ഒരു പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് ഹൈക്കോടതിയിലേക്ക് പോയാൽ പോലും ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അതിന് ജാമ്യം ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം അവിടെ മറുവശത്ത് എതിർക്കാതിരിക്കുകയും പകരം അനുകൂലമായി അല്ലെങ്കിൽ സർക്കാരിന് ഇതിൽ അങ്ങനെ ഒരു നിലപാടില്ല എന്നെങ്കിലും പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് വാദമുഖങ്ങൾ ഉയരാമായിരുന്നു. പകരം ബജ്രംഗ് ദളിന്റെ അഭിഭാഷകൻ പറഞ്ഞത് കേട്ടിട്ടാണ് ജാമ്യം കൊടുക്കാതിരുന്നതെങ്കിൽ നാളെയും ഇതേ വാദം തന്നെയായിരിക്കും കോടതിയിൽ തുടരുക. നാളെയാണ് വീണ്ടും ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെയും ഇതേ വാദങ്ങൾ തന്നെയായിരിക്കും തുടരുക. ബജ്രംഗ് ദളിനെ സംബന്ധിച്ച് ഇവർക്ക് ജാമ്യം കൊടുക്കാതിരിക്കുക, മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ മതപരിവർത്തനം, ഈ ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അവരുടെ രാഷ്ട്രീയമാണ്, അവരുടെ നീക്കമാണ്. കാരണം അവർ കൂടി ചേർന്നാണ് ഈ കന്യാസ്ത്രീകളെ പിടിച്ച് റെയിൽവേ പോലീസിനെ ഏൽപ്പിക്കുന്നതും പിന്നീട് അവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുപോകുന്നതും. തീർച്ചയായും ശ്രീജിത്ത്, കാര്യങ്ങൾ വ്യക്തമാണ്. എന്താണെങ്കിലും ഒരു ആശങ്കയുടെ നിഴൽ ഇവിടെ വീഴുന്നുണ്ട്. കോടതിയിൽ നിന്നുള്ള വാദമുഖങ്ങൾ ഏത് വിധേനയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകൾ, വരും നിമിഷങ്ങളിൽ നമുക്ക് അറിയേണ്ടതുണ്ട്.